കുഴിമന്തിയുടെ ചെറിയ പീസുകളാണ് ഇട്ടത്. വലിയ പീസ് എടുക്കാൻ പറഞ്ഞില്ല. അപ്പോൾ ആ ചെറിയ പീസുകളൊക്കെ എടുത്തിട്ട് ഇട്ടു. ഞാനതിന് പ്ലേറ്റിലേക്ക് ഇട്ടു. അതിന് സലാഡ് ഉണ്ടാക്കിയില്ലേ, വെറുതെ തൈരിൽ ഉപ്പിടുകയോ ചെയ്തത്. പിന്നെ നെല്ലിക്കച്ചാറും ഉണ്ട്, മാങ്ങാച്ചാറും ഉണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ വേണേ. സൂപ്പറാണ്ടാ. അതെ, നമ്മൾ വലിയ ഹോട്ടലിലേക്കൊക്കെ പോവില്ലേ, അപ്പം നല്ലൊരു മണം എടുക്കില്ലേ, ആ മണം അതിന്. നല്ല സ്ഥലം, സൂപ്പർ സാധനം, സൂപ്പറായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായേക്കാളും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ടാക്കുക. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുഴിമന്തി ഉണ്ടാക്കാൻ പോവാം. കുഴിമന്തി നമ്മൾ മേടിക്കുന്നത് ഒരു രസമില്ല, ഒരു രുചിയില്ല. അത് ഞാൻ വീട്ടിൽ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. അതിനാദ്യം വേണ്ടത്, ഇത് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ നല്ലതിന് വെച്ചു. കുറച്ച് ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾ, പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അതും കൂടി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഇതിപ്പോൾ അതെടുത്തിട്ട് 1 മണിക്കൂറായി പുറത്തേക്ക് വെച്ചു. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സബോള ചെറുതാക്കി അരിഞ്ഞത്, സബോള, ക്യാരറ്റ്, കുരുമുളക്, ജീരകം, പിന്നെ അത്യാവശ്യമുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ജീരകം, പുതിന, മല്ലിയില, തക്കാളി, ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളുള്ളി, ഇഞ്ചി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേക്ക് വേണം. പിന്നെ ഇത് നമ്മൾ ഈ അരി വേവിക്കുമ്പോൾ ഈ ക്യൂബ് അതിലേക്ക് ഇടണം. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ല ഉപ്പുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കണം. ആ പാത്രത്തിലേക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇടുക. ഇതിലെ മറ്റേ സാധനങ്ങളൊക്കെ ചേർത്ത് വെക്കേണ്ടതാണ്. പക്ഷെ കുഴപ്പമെന്താണെന്ന് അറിയോ, അതൊക്കെ ചേർത്ത് വെച്ചാൽ അതൊക്കെ കരിയും. അതുകൊണ്ട് ചിക്കൻ മാത്രം ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. ചിക്കനിൽ എല്ലാം ചേർത്തിട്ടുണ്ട്, എന്നിട്ട് അതിലേക്ക് ഇടുകയാണ്. ഇനി അതിലേക്ക് ഇട്ടതിന് ശേഷം അത് വെന്തതിന് ശേഷം വെന്ത് മറിച്ചിട്ടിട്ടാണ് ഞാൻ മസാലകൾ ഇടുന്നത്. അല്ലാച്ചെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല, കരിയും. അതൊക്കെ ഞാൻ ഒരിക്കൽ ചെയ്തു, 1-2 പ്രാവശ്യം ചെയ്തു, അപ്പോൾ അതൊക്കെ കരിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കാന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ ചെയ്യേണ്ടത്. കാര്യം എല്ലാവരും പറയുക അതൊക്കെ കൂടി ചേർത്ത് വെക്കണം, പക്ഷെ ചേർത്ത് വെച്ചാൽ ഒന്നിനും കൊള്ളില്ല, ഒക്കെ കരിയും. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ മാത്രം അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കണം. അതിൽ മസാല ഉപ്പൊക്കെ ഉണ്ടല്ലോ. പിന്നെയാണ് നമ്മൾ പിന്നെ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഉപ്പും മസാലകളൊക്കെ ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് ഇച്ചിരി ചൊറുക്കൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരിയിട്ട് ഇനി ഒരു 20-25 മിനിറ്റ് നേരം അതിൽ വേവണം. അപ്പോഴേക്കും ഇവിടെ നമ്മളുടെ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി അത് മറിച്ചിട്ടതിന് ശേഷം മറ്റ് പുതിയനയും സബോളയും വെള്ളുള്ളിയൊക്കെ ഇടുക. ഇതിനി ഇതിലേക്ക് ഇറച്ചിയും പകുതിയായിട്ട് വെന്തുണ്ട്. 2 ഭാഗം മറിച്ചിട്ടു. ഇത് ക്യാപ്സിക്കായിട്ട് ഇടുന്നു, പിന്നെ നമ്മൾ പുതിയന ഇടുന്നു, സബോള, വെള്ളുള്ളി, ജീരകം, ക്യുമിനാണ് അതിലത്തെ ഹൈലൈറ്റ്. ക്യുമിനിടുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടി ക്യാരറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് അതൊക്കെ എല്ലാം കൂടെ ഇതിലിട്ട് കുറച്ച് നേരം വഴറ്റുക, നല്ലോണം വഴറ്റി. അതിന് ശേഷമാണ് നമ്മൾ ഈ മസാലകളൊക്കെ ഇടണ്ടോ കേട്ടോ, അല്ലാച്ചെങ്കിൽ അത് രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റണം, ഉപ്പൊക്കെ ഇട്ടിട്ട് ചുരുക്കൊക്കെ വെച്ചിട്ട്. ഇനി അത് അതിൽ കിടന്നിട്ട് വേവണം. ഇത് നല്ല മസാലയൊക്കെ ആയി.
അവസാനം ടൊമാറ്റോ ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഇത് എടുക്കാം. എന്നിട്ട് ഈ റൈസ് ഉണ്ടല്ലോ, ഈ റൈസ് ഇതിലേക്ക് ചെരിയാം. എല്ലാ മസാലകളും ചേർന്നു ഈ ഇതിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ടാ. എന്നിട്ട് നല്ല ഇതുള്ള റൈസാണ്, കൈമയാണ്. അപ്പം നല്ല റൈസാണ്. ഈ റൈസ് ഇതാ ഇതിൻ്റെ പാകത്തിന് ഒപ്പം തന്നെ ദമ്മിടുന്നു. അപ്പോൾ ഇതിൻ്റെ പാകത്തിന് ഒരു പാകം ഉണ്ട്. എന്നിട്ട് ഇത് ഇതിൻ്റെ പോലെ തന്നെ മറ്റേ ബിരിയാണിയുടെ പോലെ തന്നെ കുഴിമന്തിക്ക് അതുപോലെ ഇതിൽ ചിരട്ട കരിച്ചിട്ട് വെക്കണം. വെച്ചു. ഇനി ഒരു ട്രിപ്പും കൂടി ഈ റൈസ് ഇതിടണം, ചിക്കൻ ഇടുക. എന്നിട്ട് ഇത് പരത്തിയിട്ട് അതിന് ശേഷം ഈ റൈസും കൂടി അതിലേക്ക് ഇടുക. ഇത് ഒപ്പം ഇതായിട്ട് വേണം. ഇനി ഇതിലൊരു ലേശം ചിരട്ട കത്തിച്ചിട്ട് വെക്കണം. ചിരട്ട കത്തിച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ അങ്ങനെ ഇതിൻ്റെ നടുക്കിൽ വെക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഒപ്പമായിട്ട് വെക്കണം കേട്ടോ, ഇല്ല വെച്ചെങ്കിൽ അത് ചൂട് ശരിയാവില്ല. എന്നിട്ട് ദമ്മിടണ പോലെ നന്നായിട്ട് മൂടി വയ്ക്കുക. ഇത് നന്നായിട്ട് മൂടി വയ്ക്കുക. ഇത് ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിരട്ട കത്തിച്ച് വെച്ചിട്ട് ഇത് അടച്ച് വയ്ക്കുക. അപ്പോൾ ആ പുക അതിലുണ്ടായിരിക്കും. ആ പുകയ്ക്കാണ് പ്രാധാന്യം. അതാണ്, ആ പുകയാണ് അതിന് വേണ്ടത്. ഓക്കെ.